എറണാകുളത്ത് LDF-ൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തെ ചൊല്ലിയുള്ള പ്രതിസന്ധി തുടരുകയാണ്. പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ CPI സ്ഥാനാർത്ഥി നിമിഷ രാജുവിനെതിരെ റിബൽ സ്ഥാനാർത്ഥിയായി CPIയുടെ മുതിർന്ന പ്രവർത്തക മീര തിലകൻ മത്സരിക്കും. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ആനുപാതികമായി സീറ്റ് നൽകിയില്ല എന്നാണ് CPIയുടെ പരാതി. അലി അക്ബർ ഷാ നമുക്കൊപ്പം. അലി അക്ബർ ഷാ, ഗുഡ് ഈവനിംഗ്. പരാതികളൊക്കെ പറഞ്ഞു തീർത്തു എന്നാണല്ലോ ഈ വിഷയത്തിൽ കേട്ടത്, തീർന്നിട്ടില്ല എന്നാണോ? സുജയ, ഗുഡ് ഈവനിങ്. എന്തായാലും പരാതികൾ പറഞ്ഞു തീർക്കാനുള്ള ശ്രമം തന്നെയാണ് LDF നേതൃത്വം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് പലയിടങ്ങളിലും ആ പരാതി പരിഹാരം നടത്താൻ അവർക്ക് സാധിച്ചിട്ടുമുണ്ട്. ഏറ്റവും പ്രധാനമായും തൃക്കാക്കരയിൽ ഉൾപ്പെടെ നിലനിന്നിരുന്ന പ്രതിസന്ധി നമുക്കറിയാം. അവിടെയെല്ലാം കൃത്യമായി പ്രശ്നപരിഹാരം ഉണ്ടായി. പക്ഷേ പലയിടങ്ങളിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. പ്രതിസന്ധി വീണ്ടും പുകയുക തന്നെയാണ്. പ്രത്യേകിച്ച് പറവൂർ ബ്ലോക്ക് കടാമംഗലം ഡിവിഷനിൽ നിമിഷ രാജുവാണ് മത്സരിക്കുന്നത്. നിമിഷ പഴയ SFI സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന ആർഷോയ്ക്കെതിരെ പരാതി കൊടുത്ത നിമിഷ രാജു എന്ന ASF നേതാവാണ് മത്സരിക്കുന്നത്. നിമിഷയുടെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വലിയ പ്രതിസന്ധി നിലനിന്നിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നെല്ലാം പലയിടങ്ങളിലും പറയുന്നുണ്ടെങ്കിലും അവിടെ വിമത ഭീഷണി LDF-ന് ഉയർന്നിരിക്കുകയാണ്. CPI സ്ഥാനാർത്ഥി നിമിഷയ്ക്കെതിരെ മത്സരിക്കുന്നത് CPIയുടെ തന്നെ മുതിർന്ന പ്രവർത്തകയായിട്ടുള്ള മീര തിലകനാണ്. നേതാക്കളുടെ ഈ ധാർഷ്ട്യത്തിനെതിരെ, ഏകാധിപത്യ സമീപനത്തിനെതിരെയാണ് തന്റെ മത്സരം മുന്നണിക്കെതിരെ അല്ല എന്നും മീര പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും CPI നേതൃത്വത്തിലെ മുതിർന്ന ഒരു നേതാവ് തന്നെ CPI സ്ഥാനാർത്ഥി നിമിഷയ്ക്കെതിരെ പറവൂരിൽ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും വലിയ പ്രതിസന്ധി LDF-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. സമാനമായ രീതിയിൽ പലയിടങ്ങളിലും പ്രത്യേകിച്ച് പല്ലാരിമംഗലം പഞ്ചായത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നു. മുൻ വൈസ് പ്രസിഡന്റും ലോക്കൽ കമ്മിറ്റി അംഗവുമായ OE അബ്ബാസ് വിമതനായി മത്സരിക്കുന്നു. കോതമംഗലത്ത് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഭാര്യ വിമതയായി മത്സരിക്കുന്നു. ആ നിലയിൽ എറണാകുളത്തിന്റെ വിവിധ ഭാഗത്ത് LDF-നും ഈ വിമത ഭീഷണി ഉയരുക തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അലി അക്ബർ ഷാ, തൃക്കാക്കരയിൽ LDF സ്ഥാനാർത്ഥി 12-ാം വാർഡിലെ KK സന്തോഷിന്റെ പത്രിക തള്ളി. ഒപ്പിട്ടത് ശരിയായില്ലെന്നാണ് കേട്ടത്, ആണോ? സുജയ, അതെ, പലയിടങ്ങളിലും പല സ്ഥാനാർത്ഥികളുടെയും പത്രിക തള്ളിയിട്ടുണ്ട്. തൃക്കാക്കരയിൽ ഈ പറഞ്ഞതുപോലെ 12-ാം വാർഡിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. KK സന്തോഷിന്റെ പത്രികയാണ് തള്ളിയത്. പത്രികയിൽ ഒപ്പിട്ടിട്ടില്ല എന്നതാണ് ഈ പത്രിക തള്ളാനുണ്ടായ കാരണം. അവിടെ ഡെമ്മി സ്ഥാനാർത്ഥി ഉണ്ട്. പ്രസാദ് KK ആണ് ഡെമ്മി സ്ഥാനാർത്ഥി. പ്രസാദിന്റെ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രസാദ് ആകും ഇനി 12-ാം വാർഡിലെ LDF സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് തൃക്കാക്കരയിൽ ആ ഒരു സംഭവമാണ് ഇപ്പോൾ എറണാകുളത്ത് പുറത്തു വന്നിരിക്കുന്ന ഒരേ ഒരു വാർത്ത എന്ന് പറയുന്നത്. അവിടെ ഇപ്പോൾ പ്രസാദ് ഇനി സ്വാഭാവികമായും ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി മാറുമെന്നതാണ്. ഒറിജിനലായി മാറുന്നു. അതാണ് തൃക്കാക്കര 12-ാം വാർഡിൽ നമ്മൾ കണ്ടത്. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന അവസാന മണിക്കൂറിലേക്ക് എത്തുകയാണ്.